അത്യന്തം സ്ഫോടനാത്മകമായൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സമൂഹം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത് സമൂഹത്തിൻ്റെ പൊതു അഭിപ്രായങ്ങളായി ചിലരെങ്കിലും ഇതിൽ തീ കത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യാൻ ഈ വിഷയം ഏറ്റെടുക്കാഞ്ഞത്. പക്ഷേ നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകരോട് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, അല്ലേ? അപ്പോൾ സ്മൃതി, 2-3 പെൺകുട്ടികളെ ടൂളാക്കിക്കൊണ്ട് ഒരു വിഷയം ഉന്നയിച്ച് അതിനെ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ വിവേകത്തോടുകൂടി തന്നെ കെടുത്തിരിക്കുന്നത്. നമ്മുടെ ടൈറ്റിൽ പോലെ തന്നെ അതിൽ മഹല്ല് കമ്മിറ്റിയുടെ ഇടപെടൽ പ്രധാനമാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ പ്രധാനമാണ്. ഇപ്പോൾ SFI ആയാലും KSU ആയാലും MSF ആയാലും ഇവർക്കൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൽ നമുക്കറിയാം, ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഈ മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന് അല്ലെങ്കിൽ അവരുടെ മതഘോഷയാത്രയ്ക്കൊക്കെ എങ്ങനെയൊക്കെ തടസ്സം നിൽക്കുന്നു എന്നുള്ളത് ഭൂരിപക്ഷ സമുദായം, അതുപോലെ തന്നെ അവരുടെ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ന്യൂനപക്ഷ കടകൾക്ക് നേരെ ആക്രമണം നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ 5 നേരം മുസ്ലിം വിഭാഗം 5 നേരം നിസ്കരിക്കണോ എന്നുള്ള കാര്യമൊക്കെ അവരുടെ മത ആഖ്യാനകർക്ക് അവർക്ക് വിട്ടുകൊടുക്കാം. അതിനെ വ്യാഖ്യാനിക്കട്ടെ. 5 നേരം നിസ്കരിക്കേണ്ടതുണ്ടോ, പഠിക്കാൻ പോകുമ്പോൾ നിസ്കരിക്കേണ്ടതുണ്ടോ? അങ്ങനെ നിസ്കരിക്കേണ്ടതുണ്ടെങ്കിൽ, പെൺകുട്ടികൾക്ക് നിസ്കരിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യമാണ് ഒരുക്കേണ്ടത്. മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ആരാണ്? മതയാഥാസ്ഥികരാണ്. അങ്ങനെയുള്ള മതയാഥാസ്ഥികരാണ് ഈ വിഷയത്തിന് പിന്നിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കോളേജിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതൊരു വലിയ രീതിയിൽ ആളിക്കത്തിക്കാനുള്ള ശ്രമം നടന്നപ്പോൾ മറുവശത്ത് അതിനെ ഉപയോഗിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. ഇതൊരു മൊത്തം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന മട്ടിൽ അതിനെ ആളിക്കത്തിക്കാനുള്ള ശ്രമം മറുവശത്തും നടന്നിരുന്നു. ഇതെല്ലാം കൂടി കെടുത്തുന്ന ഒരു സമീപനം വളരെ വേഗത്തിലുണ്ടായി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പോസിറ്റീവായ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ആ വിദ്യാർത്ഥികൾക്കും ആ തിരിച്ചറിവ് വന്നിരിക്കാം. ഇപ്പോൾ നമ്മൾ ഹിജാബ് ഇട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്നതിൻ്റെ അവകാശത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഹിജാബ് ഇടണോ, ഹിജാബിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നുള്ളത് വേറെ അവിടെ മാറ്റിവെച്ചിട്ട് ഹിജാബ് ഇട്ട് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ അവർക്കൊപ്പം നിന്നിട്ടുള്ളതാണ്. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്ന് അവിടെ നിസ്കരിക്കാനുള്ള സ്ഥലം ഒരുക്കണം എന്ന് പറയുന്നത് അത് പഠിക്കുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ടല്ല, അത് മറ്റു ചില ഉദ്ദേശങ്ങളുമായി വരുന്നവർക്ക് ടൂളായി നിന്നു. ആ പെൺകുട്ടികൾ സ്വമേധയാ അങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോയെന്ന് ഞാൻ കരുതുന്നില്ല. 2-3 കുട്ടികൾ മാത്രമാണ്. അവർക്കെതിരെ നടപടികൾ വേണമോ എന്നുള്ള കാര്യത്തിൽ കോളേജ് ഇനി ആലോചിക്കുന്നത് പറയാം. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോവുകയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കിയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ മഹല്ല് കമ്മിറ്റി അടക്കം ഇതിൽ ഇടപെട്ട് ഒരു ഖേദപ്രകടനം നടക്കുക, അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പ്രതികരിച്ച സാഹചര്യത്തിൽ വിവേകത്തോടുകൂടി തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ പ്രതികരിക്കുന്നു. മാത്രമല്ല, ഇത്തരം പ്രവണതകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമല്ല, അതിശക്തമായി അതിനോട് പ്രതികരിക്കുകയും വേണം. അത് ഏത് ഭാഗത്തു നിന്ന് വന്നാലും അപ്പുറത്തും അതിനെ ഉപയോഗിക്കാനുള്ള സാഹചര്യം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതിനെ തടയേണ്ടതുണ്ട് എന്നുള്ളതാണ്. Meet the editors.